ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിയാനോസ് ക്രിയേഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാന്താരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഈസിയായി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാന്താരി ചിക്കന് വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കൻ 2 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് വേണ്ടി ഇതിലോട്ട് മസാലകളൊക്കെ ചേർത്ത് പിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലോട്ട് ഹോളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നാലാണ് മസാലയൊക്കെ നല്ലപോലെ പിടിക്കത്തുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ എല്ലായിടത്തും ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനുള്ള മസാലകളൊക്കെ റെഡിയാക്കാം. ഇതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ മുളകിൻ്റെ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ശേഷം ഇതിലോട്ട് കുറച്ച് തക്കാളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റോളം ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2-3 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചാൽ മതി, അധികമൊന്നും വേണ്ട. എന്നിട്ട് അതിലോട്ട് ഈ ചിക്കൻ വെച്ചെടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കാന്താരി മുളക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ടെടുക്കാം. ശേഷം നമുക്ക് കുക്കർ 2 വിസിൽ വരുന്ന വരെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഈ കുക്കറൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കടായിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലോട്ട് ഓരോന്നായിട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇനി മുതൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്